ഇത് ചെയ്യാന്ന് പറ. അയ്യോ മക്കളാണെന്നാ ആരപ്പോ പേടിച്ചല്ലേ. പിന്നെ എന്ത് കഴിച്ച്? കേശു അവിടെ കാണണമല്ല. മക്കളെന്ത് കഴിച്ച്? അയ്യോ മക്കൾ കാര്യം തന്നില്ലേ? അപ്പൊ പാടി കൊടുക്കട്ടാ. ആർക്ക് അടി കൊടുക്കാൻ? കേശു ആനാ. പിന്നെ ആർക്ക് അടി കൊടുക്കണം? എച്ചമ്മയ്ക്ക് അടി കൊടുക്കട്ടാ. നീലമ്മക്ക് 2 കുളിച്ച് 2 ഇടി കൊടുക്കട്ടാ. എന്ത്? ആ ഭാര്യ ഒപ്പനാണോ നീലമ്മ ഏറ്റവും ഇഷ്ടം? തന്നെ വന്നത് നിന്നതൊക്കെ ഒരുപോലെ തന്നെ. എല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കാണ് കൊച്ചിനെ. ക്യാഷോ ക്യാഷേ ആകെ പ്രശ്നമാകടെ. ഡേയ് ഒരു വില്ലയുടെ ചെറിയൊരു പണി കിട്ടി. കോൺട്രാക്ട് 25,000 രൂപ നേരത്തെ തന്ന്. ഞാൻ പൈസ എടുത്ത് ഇവിടെ പടമുകളിലൊരു ഫ്ലാറ്റിന്റെ ചെറിയ പണി നടക്കണം. അവിടെ എടുത്ത് മറിച്ച്. എന്തിനു പരിപാടി വെച്ചാ അപ്പുറത്ത് പൈസ എടുത്ത് ഇപ്പുറത്ത് മറിച്ച് പറ്റിപ്പോയടേ. ആ വില്ലയുടെ ആളിപ്പം വരും. ഞാൻ വിചാരിച്ച ഈ പൈസ ഇപ്പൊ ഉടനെ തിരിച്ചു കൊടുക്കണം. ഞാൻ എന്ത് ചെയ്യേ? അല്ല ഇതിപ്പം പെട്ടില്ലേ മൊത്തത്തില്? പെട്ട്. അമ്മയടുത്ത് ചോദിച്ചാ വല്ല നടപടി? അത് നടക്കൂല. കള്ളം പഠിച്ചു പഴയതുപോലെ നമ്മളെ പറ്റിക്കാൻ പറ്റൂടെ. കൂവണ എന്താണ് ഞാൻ എന്നെ കണ്ടപ്പോ ഒരു കൂവല്? അല്ലമ്മ ഇങ്ങനെ ചൂടെടുത്തപ്പോളേ അങ്ങനെ ചൂടെടുക്കുമ്പോ കൂവോ? എന്തോ കള്ളത്തരുണ്ടല്ലോ. എന്ത് അച്ഛനും മനും ഇവിടെ പിണയണത്? എന്ത് കാര്യം? നേരത്തെ വന്ന എന്ത് വൈകി വരുന്നുള്ളല്ലോ പറഞ്ഞ. നേരത്തെ വന്ന എന്ത് വൈകി വരും? പാടില്ല. നേരത്തെ വന്നു പോയി പിന്നെ ഉടനെ തന്നെ അങ്ങ് പോവോ? ചിലപ്പം പോയിരിക്കും പോയില്ലെന്നിരിക്കും. പണി കുറഞ്ഞ ഇപ്പൊ? ചിലപ്പം പണി കുറഞ്ഞിരിക്കും കൂടിയിരിക്കും. ഒരുപോലെ ഉണ്ടാവുമോ പണി? ഈ മാസം കിട്ടാനുള്ളത് കിട്ടിയില്ല. മനുഷ്യൻ ഭ്രാന്തെടുത്തിരിക്കണം. ഇതോന്ന് കടന്ന് തുള്ളി ചാടത്. കുഴിപ്പള്ളത്ത് പോയിട്ട് നിന്റെ അമ്മായിയപ്പഴത്ത് പറ തുള്ളിച്ചാടാൻ. അച്ഛൻ സീനില് നിൽക്കുവായിരുന്നോ? പിള്ളേരെ നിങ്ങൾ അപ്പുറത്തെ ഇപ്പുറത്തെ പോ. ഇങ്ങനെ സൈറ്റിൽ എന്തോ മണ്ടത്തരം കാണിച്ചിട്ട് അവിടെ ഓണറിന്റെ വായിരിക്കണം മൊത്തം കേട്ടിട്ട് ഇവിടെ ബാക്കിയുള്ള പൊട്ടേക്ക് ചാടിക്കൊണ്ടിരിക്കുക. നീ എന്തിനാണ് അടക്കളത്ത് തുള്ളി ചാടി ഇങ്ങോട്ട് വന്നത്? എന്താ പ്രശ്നം? അച്ഛന് നന്നാവാൻ പറ്റില്ലെന്ന്. അച്ഛൻ നന്നാവാൻ ഒരു വഴിയേ ഉള്ളൂ. അമ്മ അമ്മയുടെ വഴിക്ക് പോയിക്കോ, അച്ഛൻ അച്ഛന്റെ വഴിക്ക് പോട്ടെ. അത്രേ ഉള്ളു വഴി. കറക്റ്റ്. പക്ഷെ അമ്മ അമ്മയുടെ വഴിക്ക് പോയിട്ടുണ്ടെങ്കിലേ അച്ഛനൊരു വഴിയാവും. പിന്നെ നീയല്ലേ എന്നെ നേരെ വഴി നടത്തണത്. ഞാനേ ഇവിടെ നിന്നാ ശരിയാവൂല. വല്ലതൊക്കെ പറഞ്ഞു. ചേട്ടാ എന്തോന്നാണ് പ്രശ്നം? ഇപ്പൊ പോയില്ലേ? അത് എന്നാ പ്രശ്നം? ചുമ്മാ ഇരിയാട്ടാ. അങ്ങനെ പറയാതെ ചേച്ചി കേൾക്കും. എന്നിട്ട് ഇങ്ങോട്ട് വരും. ഇപ്പം ഞാൻ കേട്ടു. പക്ഷെ വരാൻ പറ്റില്ല, സമയമില്ല. പാവം എന്റെ അമ്മ. എന്റെ അമ്മയുടെ ജീവിതമൊക്കെയാണ് ജീവിതം. അമ്മയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ല അച്ഛാ. അമ്മക്ക് കിട്ടി, പക്ഷെ അച്ഛന്റെ ജീവിതം പോയി. പക്ഷെ അമ്മയ്ക്ക് നല്ലൊരു തങ്കത്തിനെയാണ് കിട്ടിയത്. അയ്യോ കൂടുതൽ സൂചിപ്പിക്കല്ലേ ഏട്ടാ. അച്ഛൻ ആ കേസ് വിട്ടിട്ട് മറ്റേ കേസിന്റെ കാര്യം എന്തിനാ നല്ലൊരു ഇവിടെ തലമോഞ്ഞ് നിൽക്കണം കാര്യം അവർക്കറിയാമോ? ഇവിടെ തീ ചവിട്ടിയാണ് നിൽക്കുന്നത്. അച്ഛാ എന്താണ് അച്ഛന്റെ പ്രശ്നം? പറഞ്ഞാ നീ സോൾവ് ചെയ്ത് തരുമോ? എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സോൾവ് ചെയ്ത് തരാം. അതെന്നെ അച്ഛാ? അല്ല ചേട്ടാ എന്താണ്? അല്ല അച്ഛൻ ചേട്ടാ കുറച്ച് ഇടപാടെന്ന് വിളിക്കോ? ഇല്ലടേ. അല്ല ചേട്ടാ പറഞ്ഞോ, എന്താണ് ചേട്ടന്റെ പ്രശ്നം? ഒന്നുമില്ല. ഇതൊക്കെ നിങ്ങളെല്ലാം പോയി. You want some water? Anything? ഒന്നും വേണ്ട, ഓട്. വേണ്ട. പോ പോ പോ. ആ അല്ലേ വാസി? അതെ ചീത്ത വയ്ക്കുന്നതിന് ഇവിടെ പല കാര്യങ്ങളും നടക്കും. അതൊക്കെ നിന്നെ അറിയിക്കണമെന്നുണ്ടോ? മുമ്പ് അറിയിച്ചിരുന്നു. ഇപ്പം അങ്ങനെയല്ല. നമ്മൾ ചാണ്ടിട്ടൊക്കെ ജീവിക്കാൻ തുടങ്ങി. അളിയ തമാശ പറഞ്ഞ അളിയാ. അളിയാ എൻ്റെ അടുത്തേ ഒരു സീരിയസ് കാര്യം പറയാനുണ്ട്. അതിനേക്കും കൂടെ പ്രധാനപ്പെട്ട തന്നെ.
ഓ ആ കുഴി ചാടിക്കല്ലടേ, വേറെ ഒന്നുമില്ലല്ലയാ. അത്യാവശ്യടാ ഒരു 25,000 രൂപ തരണം. വേറെ ഒന്നുമില്ല, പെട്ടെന്നൊരു. ഹലോ 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 വൃത്തിയേട്ടായി വച്ചളാങ്ങ്. അച്ഛനല്ലാതെ വേറെ ആരെങ്കിലും ഭാഷങ്ങളോട് പൈസ ചോദിക്കുമോ? ബുക്കും പേപ്പറും തരുമോ? ബുക്കും പേപ്പറാ വരയ്ക്കാനാ? ബുക്കും പേപ്പർ വേണോ പേനയും പേപ്പറും വേണോ? പേനയും പേപ്പർ. അങ്ങനെ പറ. ദാ പേപ്പർ പിടിച്ചോ. പേന തിരിച്ചു കൊണ്ടുവരണം. ഇതും കൂട്ടി കുറെ പേന ആയി. ദാ ആ പിക്കോ അവളെ കൂടെ നീക്കണം കാര്യം. ആ പേനയുടെ കാര്യം പോക്ക്. യേശു എന്തരാ മക്കളെ ബാസിയെ വിളിച്ച് അവൻ പിടി തരണടേ. അത് ഒഴിഞ്ഞു മാറി കള്ളായി. ഭാസ്യങ്ങളല്ലെങ്കിലും കുറച്ചു നാളായിട്ട് ഒഴിഞ്ഞു മാറി നടക്കല്ലേ. അതെ നീ ലജ്ജിലൊന്ന് വിളി. വിളിയടേ. അല്ല ഈ പൈസയുടെ കാര്യത്തിന് അപ്പൂപ്പൻ തന്നൊരു മാല ഇരിപ്പില്ലേ? അത് നിന്റെ അമ്മ അലമാരി വെച്ച് 10 രൂപ പൂട്ടി താക്കോലാളെ കയ്യിൽ എടുക്കാൻ പറ്റുമോ? നോക്കൂ. ഞാനില്ല. വെറുതെ കളറെ പറഞ്ഞ ചീത്ത പേര് ഉണ്ടാക്കി നോക്കിയത് അച്ഛനെ പോലെ. ഉള്ള കാര്യം ഞാൻ പറയാം. അപ്പൊ ലച്ചേച്ചി വിളിക്കാം. ആ വിളി. ചേച്ചി, ലച്ചു ചേച്ചി വാ ഇങ്ങോട്ട്. എന്താടാ അച്ഛൻ വിളിക്കുന്നു. എന്താ? അല്ലെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു, ലച്ചു മോളെ പറ്റി പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഇവിടെ. എന്നെ പറ്റിയാ? നിന്റെ തല കണ്ടതിന് ശേഷമാണ് വീട്ടിൽ ഐശ്വര്യം ഉണ്ടായത്. ഞാൻ എപ്പോഴും പറയായിരുന്നു. നീ ഇപ്പൊ നിന്റെ അമ്മാവൻ അമ്മയെ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. ഉണ്ടാ സിദ്ധുവിനെ? കുറച്ചു മുന്നേ വിളിച്ചു വെച്ചേയുള്ളൂ. ആ എന്തോന്ന് കോലം മോളെ, ഒന്നും കഴിക്കണ്ടേ? ഇച്ചിരി വണ്ണമൊക്കെ വെക്കണം അല്ലേ? ഇല്ലടാ യേശു. ഒന്നും കഴിക്കാതെ പൊട്ടിപ്പോയി. എന്നിട്ട് അല്ല ഒരാളെ ഇങ്ങനെ കാണുമ്പോ പറയണ്ടേ ചേച്ചി? കേശുവേ എന്നെ ബലിയേടാക്കാൻ കൊണ്ടുവന്നാണല്ലോ ഇവിടെ. ബലിയാടാ? ചേച്ചി എന്തിനാ ചേച്ചി പറയണേ? ഞാൻ പറഞ്ഞില്ലേ എന്റെ പിള്ള ബുദ്ധിയുള്ള കൊച്ചാണ്. അവ കാര്യം മനസ്സിലായി. നേരത്തെ അങ്ങ് സ്ട്രേറ്റ് ആണെങ്കിൽ പറഞ്ഞാൽ പോലെ. എന്തിനാ വളച്ചൊരു കാര്യം പറഞ്ഞത്? കാര്യം എന്തുവാ? മക്കളെ വേറെ ഒന്നുമില്ലടാ. അച്ഛന് കുറച്ച് പൈസ ചെറിയൊരു ഇത് വന്നു. ഒരാളെ വാങ്ങിച്ചിട്ട് അത് 25,000 രൂപ മക്കളെ. പഠിച്ച കല്യാണാട്ടാ. ഇവളെ തല എന്ന് കണ്ടു അന്ന് തുടങ്ങിയിട്ട് നാശം. അന്ന് തുടങ്ങി. അച്ഛാ അടുത്ത കാർഡ് ഞാൻ ഇറക്കാം. അമ്മായി ഓ എടാ പോണ്? ഞാൻ കിച്ചണിൽ പോണം. കിച്ചണില്ല? പക്ഷെ അവിടെ അമ്മയില്ല, അമ്മ പുറത്തു പോയി. അതിനിപ്പോ എന്താ, ഞാൻ കിച്ചണിൽ പോയാ കുഴപ്പമൊന്നുമില്ല. പോണ്. അമ്മായിക്ക് സുഖല്ലേ? സുഖം. കുട്ടവന് സുഖം. അല്ല എന്ത് കാര്യമില്ലാതെ ഇതൊക്കെ അന്വേഷിക്കണം. ഇതൊക്കെ അന്വേഷിക്കാൻ പാടില്ല. എന്റെ മാമനും മമ്മിയല്ലേ. എന്താ ചാ ഒന്നും മിണ്ടുന്നില്ലല്ലോ, ഭയങ്കര ഡെസ്പായിട്ടിരിക്കണ. ഒന്നുമില്ലടാ. എന്തൊരു പറയാ കാര്യം എന്താട്ടാ? ഒന്നുമില്ല. ആകെ പ്രശ്നമായി ഗൗരി. എന്താ? ഒരു ചെറിയ പൈസയുടെ ചെറിയ പ്രശ്നങ്ങൾ. ഒരാളെ ഞാൻ കുറച്ച് പൈസ വാങ്ങിച്ച് അതിപ്പം കൊടുക്കേണ്ട ഡേറ്റായി. കൊടുത്തില്ലെങ്കിൽ നാണക്കേട് പങ്കാം. അതുകൊണ്ടാണ് എപ്പോഴൊക്കെ വിളിച്ച് ശല്യം ചെയ്യും. അതുകൊണ്ടാണ് അത് കൊടുത്താൽ പിന്നെ ക്ലിയറായി, പ്രശ്നമില്ല. എത്ര രൂപ വേണം ചേട്ടനിപ്പം? 25,000 രൂപ. 25,000 രൂപയെ? ഞാൻ വിചാരിച്ചാലും 3,000 5,000 വല്ലതും ആയിരിക്കുമെന്ന്. 5,000 പ്രശ്നമില്ല. ഒരു കാര്യം ചെയ്യും, 5 പ്രാവശ്യം തന്നാൽ മതി. ചേട്ടാ ഒരു മിനിറ്റ് ഇപ്പൊ നോക്കിയോ കെട്ടുകണക്കിന് നോട്ട് ഇവിടെ കൊണ്ട് തള്ളു. നീ വാങ്ങിച്ചാ ഞാൻ വാങ്ങിച്ച പ്രശ്നമാണ്. കാരണമല്ല നാണക്കേടാ നമ്മളെ കൈ നീട്ടി വാങ്ങിക്കണത്. എന്റെ പൊന്നു ഗൗരി. അമ്മായി അല്ല ഇപ്പൊ എന്താ റൂമിനോട്ട് എന്തിനും പോയത്? അത് ഞാൻ ഫോൺ എടുക്കാൻ പറഞ്ഞു. ശരി ഫോൺ. എല്ലാം വിളഞ്ഞ ടൈപ്പുള്ള കേട്ടോ. അവൻ കാര്യം മനസ്സിലിട്ട് കാര്യം പിടിയിട്ട് നോക്ക്. എന്തിനും എടായി വന്നത് നിന്നതൊക്കെ കണക്കി തന്നെ. മകളെ കാശു അച്ഛൊരു കളി കളിക്കും, കൂടെ നിന്നോണം. സെറ്റ്. ഈ ചിറക്ക് എവിടെ പോയി കിടക്കണത്? എന്താടേ എവിടെ പോയി കിടന്നത്? ഞാൻ അവിടെ പോയി കിടന്നതാ. അച്ഛാ അമ്മ വന്ന് കൊറേ നേരം വന്നിട്ട്. ആണോ? ഓ അച്ഛടെ പോയി കിടന്നു. ഞാൻ ബാസിലെ വീട്ടിൽ പോയി കുത്തിയിരുന്നു. അവന്റെ ചപ്പളാന്ന് കേട്ടിട്ട് മടുത്ത് അവനിറങ്ങി ഇറങ്ങി പോകുന്നത്. ഇപ്പം സമയം കറക്റ്റ് ആയില്ലേ? ആ സമയം കറക്റ്റ്. അച്ഛൻ പോയിട്ട് പേർ കൂടെ 2 മണിക്കൂറായില്ലേ? ആ ഒരു കാര്യം വെച്ച് കാച്ചാൻ പോവാണ്. അച്ഛാ ഞാൻ കൂടെയൊക്കെ നിക്കാം, അറിയാലോ. കളിച്ച കളിയല്ല. പിന്നെ പെട്ടുപോയി ദൈവം ഇത് കേശുവിനെ പിടിച്ചിട്ടത് അച്ഛന് ഇത്രയും ആവശ്യമുണ്ടെന്ന് അറിഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ കൂടെ വെക്കണേ. ചുമ്മാടെ ഒത്താവത്ത് നോക്കാം മര്യാദക്കിരി. ഭാഗത്തോണ്ടാ നീലത്തുണ്ടാ?
ഇതെടുത്താ കഴിവെക്കണമെന്നില്ല അച്ഛനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. അച്ഛൻ വിളിക്കണം. അച്ഛന് വേറെ പണിയൊന്നുമില്ല. കട്ടായി പോ, എടുക്ക്. എന്ത് വലു? നീലു എവിടെ വന്നാ നീ? അത് ശരി, ഞാൻ ഇവിടെ പെരുമ്പാവൂരടി. അതിനിടക്ക് മുങ്ങിയല്ലേ? ഞാൻ ഇവിടെ നിന്ന് ഇച്ചിരി കൂടെ നീങ്ങടെ താമസമുള്ളൂ. അപ്പോഴത്തേക്കും നിങ്ങൾ മുങ്ങും ഇവിടുന്ന്. ഓ ബൈക്ക് വന്ന് സ്പെയർ പാർട്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. നമ്മളെ വല്ലിച്ച തൊട്ടടുത്തിരിക്കുന്നു. മഹാദേവ വലിയച്ചനാ? ഓ പിന്നെ മഹാദേവ വല്ലിച്ചല്ല, എനിക്ക് വേറെ ആര് വല്ലിച്ചിരിക്കുന്നത്. ആ വല്ലിച്ച എന്തോ സാധനം വാങ്ങിക്കാൻ വന്നു. വല്ലിച്ച പൈസ എടുത്തില്ലടി. ആ സാറിന് ഇപ്പം എല്ലാം ഫോണിൽ കൂടെ അയക്കാറ്. ഓ എൻ്റെ കയ്യിലും പൈസ ഇല്ല. വല്ലിച്ചിൻ്റെ ഫോൺ വർക്കാവില്ല, അങ്ങോട്ട് പറ്റില്ല, ട്രാൻസാക്ഷൻ നടക്കുന്നില്ല. ആണോ? അയ്യോ. ആ ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ വലിച്ചിന് കൊടുക്കാം. ആ എന്നാ കൊടുക്ക്. ആ ശരി. വലിച്ച നീലു. ഓ നീലു. ആ വല്യച്ച സുഖാണോ? ഓ സുഖാണോ വല്യച്ച? വല്യച്ചിന്റെ ശബ്ദം എന്താ വല്ലാണ്ടിരിക്കണേ? അതെ ജലദോഷമാ. അയ്യോ കോൾഡാ? ഓ നീലു അതെ വലിയ പൈസ എടുത്തില്ല. ആണോ? ഇപ്പോൾ ഒരു 10 രൂപ, ഒരു 10 രൂപ ഇട്ട് കൊടുത്തേ. എന്നാ ഞാൻ വല്യച്ഛന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം. ഈ വണ്ടി എൻ്റെ ഫോൺ കംപ്ലൈന്റ് അല്ലേ, അവിടെ ഇട്ട് കൊടുത്താൽ മതി. അയ്യോ അത് ഞാൻ മറന്നു. ആ ആ ആ എന്നാ പിന്നെ ബാലുവിന്റെ ഫോണിലേക്ക് ഇട്ടേക്കാം. വല്യച്ഛനെ പെരുമ്പാവൂർ ഏതോ ഒരു കടയിൽ പോയതാ. അപ്പോൾ ഫോണിന് കംപ്ലൈന്റ് ചെയ്യുന്നു. അതുകൊണ്ട് പൈസ അവിടെ കടയിൽ പൈസ അടയ്ക്കാൻ ഇങ്ങനെ പ്രളപ്പെട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ബാലുവിനെ കണ്ടത്. അപ്പോൾ ബാലുവിൻ്റെ കയ്യിൽ പൈസ ഇല്ല. ബാലു എന്നെ വിളിച്ചതാ വലിച്ചിട്ട് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് അച്ഛനെ എപ്പോഴാ പെരുമ്പാവൂർക്ക് പോയെ? ആ കുമ്പിടിയല്ലേ, എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോവാലോ. എന്നിട്ട് അമ്മ പൈസ ഇട്ട് കൊടുത്താ? അയ്യോ പൈസ ഇട്ട് കൊടുത്തില്ല, കൊടുക്കാം. ഇപ്പം തന്നെ ഇട്ട് കൊടുത്തേക്കാം. പിടിച്ചാ പിടിച്ചാ? ഇല്ലടേ, ജലദോഷം എന്ന് പറയില്ലേ, സൗണ്ട് അടഞ്ഞിരിക്കുന്നു. ഓക്കെ. ഒരു കാര്യം പറയാം, ഇത് കണ്ട് അനുകരിച്ച് കണ്ട ഉടായ്പ പരിപാടിയിലും ചെന്ന് പെടരുത് കേട്ടാ. അത് ശരി, കാണിക്കുള്ള മൊത്തം കാണിച്ചു വെച്ചൊരു ഉപദേശം വേറെ. അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ, അച്ഛനെ പിന്നെയും പുഴുത്തോണെന്ന് വിചാരിക്കരുത്. എല്ലാവരും അച്ഛൻ ഉടായ്പാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇത്രയും കിടുക്ക് വേറെ ലെവല് തന്നെ അച്ഛൻ. എവിടെ പോണം അച്ഛാ? അച്ഛൻ പെരുമ്പാവൂര് നിൽക്കുമല്ലോ അച്ഛാ, അങ്ങോട്ട് തന്നെ കയറി കൊടുത്താ? ഓ പെരുമ്പാവൂരല്ലേ, ഇവിടെ ഇരിക്കാം, പ്രാക്ടീസ് ചെയ്യാം. ആ സാർ, ആ GSTയുടെ കാര്യമോ? ആ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഓഡിറ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇൻവോയ്സ് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മെയിൽ അയക്കാനല്ലേ? ആ ഞാൻ അയച്ചേക്കാം. അയ്യോ പേടിച്ചു പോയല്ലോ ഞാൻ. പേടിച്ചിട്ട് എനിക്ക് വിറയ്ക്കണോ ഞാൻ? എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ പേടിപ്പിക്കുവോ? രാവിലെ തൊട്ട് തുടങ്ങിയതാമേ, ഒരു ടീഷർട്ട് ഇട്ട് ഇങ്ങനെ നടക്കുവാ പ്രേതം പറഞ്ഞോണ്ട്. ആണോ? അയ്യോ ഞാൻ പേടിച്ചിപ്പോ എന്ത് ചെയ്യും നീലുമ്മ? രാത്രി എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടി. ആര് കിടക്കും എന്റെ കൂടെ? ആര് കിടക്കും? ആ അപ്പൊ കല്ലു കിടക്കൂല എന്റെ കൂടെ? കിടക്കില്ല. എന്നാ കല്ലുവിനെ ഇപ്പൊ വിട്ടേക്കാം അല്ലേ? എവിടെ കൊണ്ട കളയും? തോട്ടിൽ കൊണ്ട കളയോ? അവനെന്ത് തെറ്റ് ചെയ്തു അവനെ തോട്ടിൽ കൊണ്ട കളയാൻ? പോവാൻ പറഞ്ഞാ? അടിച്ചവന്റെ. ഇനി പോവാൻ പറഞ്ഞ അമ്മ കൊന്നേലും അമ്മ അടിച്ചോളാം കേട്ടാ. തോട്ടിലൊന്നും കളയണ്ട. ഇതേ പറയുന്നത് ആരാണ്? ഇതാരാ? മകൾ എന്താന്ന് പറയണേ? തോട്ടിക്കളയണോ? പ്ലാൻ ആണെന്ന്. ഓ അതിനുള്ള പ്ലാൻ ഇട്ടൊക്കെയാണോ? ആ അപ്പൊ കൊണ്ട് കളയാം കേട്ടാ. ആ മക്കളെ ഈ ഉടുപ്പ് ഇതുവരെ ഊരിയില്ലേ? എന്നെ പേടിപ്പിച്ച് ഇത് ഇങ്ങനെ തലയെ കൂടി ഇട്ടണോ എന്നിട്ട് എന്നെ പേടിപ്പിക്കായിരുന്നു. എന്നെ പേടിപ്പിച്ചു, ഞാൻ പേടിച്ച് വിറച്ചു. ഇങ്ങനെ ജോലി ഇപ്പൊ അല്ലേ? അച്ഛേ ഓ നിന്നെ തൊണ്ടത്ത് തൊട്ടിക്കളയാനുള്ള പ്ലാനിങ് ആണെന്ന്. എനിക്കറിയില്ല. എന്താ നീ അടിച്ചെന്ന് കൊച്ചിനെ? ഞാനാ TV കണ്ടോണ്ടിരുന്നപ്പോ അടിച്ചു പോയിക്കോളാൻ പറഞ്ഞത്. നിനക്ക് എന്തൊരു കൊച്ചേ?
മതി വായി വെച്ചിട്ട് അടങ്ങിയിരിക്കുക. പെരുമ്പാവൂര് പോയിരുന്നു. നിറം മുരളിലെ ബൈക്കിലാണ് പോയത്. നാട് പൊടിഞ്ഞു, വയ്യ, ഒട്ടും വയ്യ. അപ്പൊ വല്യച്ഛൻ്റെ കൂടെ പോയില്ലേ വീട്ടിലേക്ക്? ഓ വല്ലിച്ച ഒരേ സെന്റി. വാടാ 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 കൊണ്ട് ഞാൻ പറഞ്ഞ വല്ലിച്ച നാളെ രാവിലെ വരാന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ് പോകുന്നു. ആണോ? അച്ഛാ വാക്ക് കൊടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോണം, അല്ലെങ്കിൽ അപ്പൂന് സങ്കടവും. വല്യച്ഛനല്ലേ? പിന്നെ വല്യച്ഛൻ്റെ എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹമാണ്. ഓ പാലൂരുടെ അടുത്ത് പിന്നെ പറയണ്ട. കുടുംബത്തിൽ എല്ലാവർക്കും ചേട്ടൻ്റെ അടുത്ത് ഭയങ്കര കാര്യമാണല്ലേ? ചിലരൊക്കെ ചേട്ടന് കൊച്ചു പിള്ളേരെ പോലെ ട്രീറ്റ് ചെയ്യണം. അയ്യോ നിഷ്കളങ്കനാണ് മോളെ, ഒന്നും മനസ്സിലില്ല, വെള്ളയാണ് നിഷ്കു. നിന്റെ പൈസ വലിച്ചിട്ട് തന്നു. തന്നാ? ആ ഞാൻ ഇപ്പിട്ട് തരാം. വല്യച്ഛൻ്റെ അടുത്ത് എന്തിനാ കാശ് തിരിച്ചു മേടിച്ചേ? അല്ല ഞാൻ പറഞ്ഞ വഴിയില്ലേ വലിച്ച് വേറെ ആരെയെ കൊണ്ട് എന്റെ ഇടിച്ച്. വല്യച്ഛൻ്റെ എല്ലാ കാര്യത്തിലും ഭയങ്കര കൃത്യനിഷ്ഠതയാണ്. വല്യച്ഛന്റെ അതേ കൃത്യനിഷ്ഠയാണ് എനിക്ക് കിട്ടിയത്. പൈസ എഴുതിട്ടുണ്ട്. അച്ഛനെ സമ്മതിക്കണം കേട്ടാ. എന്ത്? എന്ത്? അല്ലമ്മ, അച്ഛനെ എല്ലാരും ഇങ്ങനെ ഒരേപോലെ സ്നേഹിച്ച് കൊണ്ടുപോകുന്നില്ലേ? അപ്പൊ അതിന് അച്ഛനെ സമ്മതിക്കണമെന്ന് പറയുമല്ലോ. അതിപ്പോ പറയേണ്ട കാര്യം എന്താ ഇവിടെ? ഒരു ബന്ധവുമില്ലല്ലോ അത് കേട്ട്. എന്താ ഒരു കാര്യം അച്ഛനെ പോക്കണേ? ചുമ്മാ അതൊരു അസൂയ മാറിയിട്ടുണ്ട് കേട്ടാ. ഇനി പറയില്ല, മേലെ ആവർത്തിക്കരുതേ. ഇല്ല. ആവോ? ഒരു കാര്യമില്ലാണ്ട് അച്ഛന് പൊക്കിയിട്ടും പോണു. ഇടയ്ക്കിടയ്ക്ക് പൊറോട്ട ഇറച്ചിട്ടേം നന്ദിയാണ് കാണിച്ചത്. എന്താമിത് മൊത്തം കണക്കും കാര്യങ്ങളാണല്ലോ. ഗോൾഡ് പണയം വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിന്റെ ഇൻട്രസ്റ്റ് കയറിയെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ബാങ്കിൽ നിന്ന്. അപ്പൊ അത് എടുപ്പിക്കണേ ഇനി. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം എൻ്റെ കുറച്ച് പൈസ തരും, തരട്ടെ ഞാൻ. ഓ അതും കടം തന്നെയല്ലേ? കടമാണെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. കുഴപ്പമില്ല, ഞാൻ എങ്ങനെയാലും എടുപ്പിച്ചോളാം. അമ്മ ഇന്ന് അടുക്കളയിൽ കയറിയില്ലേ അമ്മ? ഓ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റായിരുന്നു, അതുകൊണ്ട് അടുക്കളയുടെ പണിയൊക്കെ കഴിഞ്ഞു. നിക്കടി ചെറിയമ്മേന്ന് പറഞ്ഞോണ്ടൊക്കെ പോളെ. നിക്കടി ചെറിയമ്മ. പനി എങ്ങനെ ഉണ്ട് രച്ചു? ഇടയ്ക്ക് കുറയും, പിന്നെ കൂടും, ജലദോഷം തുമ്മലും. കുറയുമ്പോ ചാടി തുള്ളു കളിക്കും, എന്നിട്ട് അവിടെ ഇവിടെ കറങ്ങും, ബൈക്കിൽ കറങ്ങല്. അപ്പൊ പനി കുറയൂലല്ലോ. അച്ഛൻ ആരെണ്ണിട്ട് പോയോ? ഓ അച്ഛൻ രാവിലെ പോയി. വല്യച്ഛനെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അങ്ങോട്ട്. പിന്നെ അവിടെ നിന്ന് പെരുമ്പാവൂരൊക്കെ പോകുമെന്ന് പറയണ്ടായിരുന്നു. ആ അച്ഛനിപ്പോ പഴയതുപോലെ ഒന്നും അല്ല, കുറച്ച് കാര്യഗൗരവമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴാ വന്നതെന്ന് മാത്രം. ഇതൊക്കെ കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു. വലിയ ലോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഭാഗ്യം. അച്ഛോയ് നീ എവിടെ പോയി കിടന്നേ? ഒന്നും പറയണ്ട അച്ഛൻ, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയേക്കായിരുന്നു. അവിടുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടാണ് പറഞ്ഞത്, വീട്ടിൽ പോലും പോയില്ല. അച്ഛൻ ഇവിടെ വന്നിട്ട് 2 മണിക്കൂറായില്ലേ? ഏകദേശം 2 മണിക്കൂറായി. വലിച്ചിട്ട് പോണ സമയം അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? ഓ ഇവിടെ നാളെ നടക്കുള്ളൂ. അച്ഛാ പിന്നെ ഇന്നത്തെ പരിപാടി ഒത്തില്ലെങ്കിൽ 25,000 വേണ്ടി അയാൾ ഇവിടെ എത്തും. ഇവിടെ നാട് വിടണം, അതേ നിവർത്തേ ഉള്ളൂ. സമയമായില്ലേ, വിളിക്കണ്ടേ? ആ അച്ഛാ എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് ഒറ്റ വിളി. പേടിപ്പിക്കാനേ. അച്ഛനാണല്ലോ. എടുക്ക്. അതേപോലെ ആ നീലു വലിയച്ഛൻ്റെ വീട്ടിലെത്തിയാ? ഇടേ ഞാൻ ഇവിടെ വലിയച്ഛനെ തുടങ്ങിയിടേ. അയ്യോ ഇവിടെ പണി ഞാൻ ഇഷ്ടം പോലെ ഉണ്ട്, കുറേ സാധനം ഇറക്കി. ഈ വലിയച്ഛൻ്റെ കാര്യം കൊണ്ട് തോറ്റ ചേട്ടാ. മൊബൈൽ നന്നാക്കിയിരുന്നേ. ആ ഇന്നും കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ എന്ത് ചെയ്യേ? ആ അവിടെ നീ കൊടുക്കാം. ആ എന്നാ വലിയച്ഛനേക്ക് കൊടുക്ക്. ഓ ശരി വലിയച്ഛ. ആ നീലു. ആ പോളേ. ആ വലിയച്ഛ. അതെ ബാലുവിൻ്റെ അക്കൗണ്ടിൽ ഒരു 25,000 ഇട്ടേക്ക്. ഓ ഇട്ടേക്കാം വലിയച്ഛ. ആ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ആ കുഴപ്പമില്ല. ഇപ്പൊ തന്നെ ഇട്ടേക്കാം. ആ ശരി ശരി. എന്താ ഈ കുട്ടമ്പള നമ്മളെ താമസം? വലിയച്ഛൻ്റെ വീട്ടിൽ എന്തൊക്കെയോ പണി നടക്കുന്നത്. അപ്പൊ 25,000 രൂപ കൂടി വേണം. അത് ബാലുവിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഫോൺ കംപ്ലൈന്റ് അല്ലേ? അയ്യോ പൈസ ഇട്ട് കൊടുക്കട്ടെ.
ഇട്. ആ വീണോ? ആ 25,000 രൂപ. അടിച്ച് പൊളിച്ചേട്ടാ. ചേ പിന്നെ ഇപ്പൊ സൗണ്ട് കുറച്ചുകൂടെ ഒത്ത് നേരത്തെ. അപ്പോൾ അടുത്തത് 1,00,000 രൂപ ചോദിക്കാം. 1,00,000 രൂപ ചാ കളിക്കില്ലേട്ടാ. ഇത്ര ആവശ്യമുണ്ടെന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ ഇപ്പൊ കൂടെ വന്നത്. ഇത് 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുത്തോണം. വെല്ലിച്ചനെ വല്ല അമ്മ വിളിച്ചാ എടാ വിളിക്കൂല, ആദ്യം 10,000 രൂപ ഇട്ടില്ലേടേ. അപ്പൊ അതുകൊണ്ട് ഇനി ഇത് ഇപ്പോഴൊന്നും അടുത്തെങ്ങാനും വിളിക്കാനുള്ള ചാൻസും ഇല്ല. അപ്പോഴത്തേക്ക് മറ്റേ 25,000 എവിടെയെങ്കിലും ഒപ്പിക്കും. എന്നാലേ ആ 25,000 രൂപ അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊടുത്ത് ഇവിടെ നിന്ന് എടുത്ത് അവിടെ കൊടുത്ത് ആ പരിപാടി ഉണ്ടല്ലോ. പറ്റിപ്പോയടാ, നീ പൊയ്ക്കോ. പോണം. ആ ഓ 1,00,000 രൂപ നീ ബാലുവിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാക്കി. അയ്യോ അച്ഛൻ എടുക്ക്. ബാലുപ്പ എടുക്കാം. ഇതെന്തോന്ന് അപ്പന്റെ പേനയും പേപ്പറും എടുത്ത് കളവെഴുത്ത് നടത്തണ? വാ അപ്പടോ, ഇത് അങ്ങോട്ട് വളരില്ലല്ലേ. അച്ഛേ അപ്പൂപ്പനെ കണ്ടിട്ട് അപ്പൂപ്പ എന്തൊക്കെ പറഞ്ഞേ? ഓ എന്തോന്ന് പറയാ, അവിടെയാണ് പണി കിടന്നുകൊണ്ടിരിക്കട്ടെ. കുറെ സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടല്ലേ. പിന്നെ അപ്പൂപ്പ നേരെ പോയി സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ചെന്ന് ബാങ്കിൽ പോയി പൈസയൊക്കെ മാറിക്കൊണ്ടുവന്നു. എന്ത് നിങ്ങൾ ജലദോഷോ? ഓ പെരുമ്പാവൂര് പോയല്ലോ അല്ലേ? പെരുമ്പാവൂര് പോയല്ലോ. ആ പോയി. ചേട്ടാ ഓ എന്നെ പറ്റി ചോദിച്ചാ അയ്യോ നിന്നെ പറ്റി ചോദിക്കാനേ വലിയൊരു സമയമുള്ളൂ. ജോലി കുട്ടിക്കുള്ള നല്ല സ്വഭാവം, അടക്കമൊതുക്കുള്ള കുട്ടി, തങ്കം പോലത്തെ കുട്ടി എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഇങ്ങനെ പഴയ ആൾക്കാർക്ക് പെട്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാവുന്നു. കഷ്ടം. കഷ്ടോ? അവിടെയും കഷ്ടം ഇവിടെയും കഷ്ടമല്ലോ. ഒറ്റയ്ക്കല്ലേ വലിച്ചൻ. കഷ്ടം പാവം. ഞാൻ കിച്ചണിൽ പോട്ടെ, പണി കിടക്കുക. വാ. വലിച്ചൻ പറഞ്ഞേ പൈസക്ക് അത്യാവശ്യമാണ് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. ഏയ് എലിച്ചെടുത്ത് അങ്ങനെ വിളിച്ചു ചോദിക്കുന്നത് വേണ്ട, എപ്പോഴെങ്കിലും തരട്ടെ. വാ. അച്ഛനെ സമ്മതിച്ചു കേട്ടാച്ചാ. ഭയങ്കരമാണ് ആള്. ആ വിളിച്ചില്ലെന്നാ? അല്ല വിളിച്ചനോട് ഞാൻ സംസാരിച്ചിരുന്നല്ലേ. വലിയ ബാലോടെ വന്നായിരുന്നല്ലോ. ഓ അത് ശരി. സുഖമായിട്ടിരിക്കണോ വില്ലിച്ച? ഞാൻ പറയാം, വരുന്നിടത്ത് ഇടയ്ക്ക് അങ്ങോട്ട് വരാൻ പറയാം. ശരി. ഞാൻ വിളിക്കാം. പറ, സത്യം പറ. പൈസ ആർക്ക്? 25,000 രൂപ എടുക്ക്. ആദ്യം 10,000 വലിയച്ഛൻ്റെ സൗണ്ടിൽ വിളിച്ച് മേടിച്ച്, പിന്നെ ഇപ്പൊ 25,000 മേടിച്ചു. എടുക്ക് 25,000. 10,000 തിരിച്ചു തന്നു, അത് പോട്ടെ. 25,000 എടുക്ക്. 25,000 എടുക്കട്ടെ. എടുക്കാനിങ്ങോട്ട്. നീ വലിയച്ഛനെ വിളിച്ചായിരുന്നാ? ഞാൻ വലിയച്ഛനെ വിളിച്ചില്ല. ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് വലിയച്ഛൻ എന്റെ ഫോണിലേക്ക് ഇങ്ങോട്ട് വിളിച്ച്. എടുക്ക കാശ്. എടുക്കാനിങ്ങോട്ട്. ഞാൻ മറിച്ച്. മറിച്ചെന്നാ? നിങ്ങളെ എന്താ ചെയ്യണ്ടെന്ന് അറിയാമോ? പണം ആക്കണേ, പണം പപ്പനാവനെ. പൈസ കുട്ടമ്പിള്ളേരെ മോളെ. പൈസ